എന്റെ കല്യാണം കുളമായി ചേട്ടാ. ഞങ്ങളുടെ വിവാഹം നടക്കുവോ ചേട്ടാ? ഞങ്ങളുടെ കല്യാണം നടക്കുവോ? എടാ എങ്ങനെ ആന വരളാതിരിക്കും? എന്താ നിനക്ക് വേറെ ആനെ കിട്ടിയില്ലടാ കേട്ടാനായിട്ട്? എന്ത് പറ്റി? നോക്കടാ, ഇതിനാണ് നീ കേട്ടാൻ പോണത്. അമ്മാവനെന്തിനാ എന്റെ കൈ കയറി പിടിച്ചത്? നീ എന്തിനാ എന്റെ കൈ കയറി പിടിച്ചത്? ഞാൻ കല്യാണ പെണ്ണാന്ന് വിചാരിച്ച് ഞാൻ കൈ പിടിച്ച് ഓടിയതല്ലേ. അതായിരുന്നാ? ഞാനോർത്ത് നിന്റെ അമ്മാവനല്ലേ നീ എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ എന്നെ കയ്യെ പിടിച്ചോണ്ട് ഓടിയായിരിക്കും. ഓ അത് ശരി. പാൽപ്പാശം കിട്ടിയില്ലെന്നും പറഞ്ഞ് പടച്ചോരാരെങ്കിലും വരുത്തിനു. കഷ്ടമുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞത്? എങ്ങനെ ആ പെണ്ണിനെ ഇവിടെ പോയി ആന വരണ്ട ആകപ്പാട് പ്രശ്നമായല്ലോ. കഴിഞ്ഞ കുറെ നാളായിട്ട് ഈ അമ്പലത്തിൽ മൊത്തം പ്രശ്നമുണ്ട്. ഒരു 2 മാസം മുമ്പ് ഒരു ചെക്കനും പെണ്ണും കല്യാണം കഴിക്കാനായിട്ട് ഇവിടെ വന്നു. താലി കെട്ടണ നേരമായപ്പോ ചെക്കൻ വേറൊരു പെണ്ണിന്റെ കൂടെ ഓടിപ്പോയി. ഇതുപോലെ തന്നെ ഒരു പെണ്ണ് താലി കെട്ടണ നേരമായപ്പോ വേറൊരു ചെക്കന്റെ കൂടെ ഓടി. അയ്യോ, ഇതിപ്പോ ചെക്കനും പെണ്ണും ഓടിയില്ല, പക്ഷെ ആന ഓടി. മൊത്തം പ്രശ്നമാണെന്തേ. അല്ല ഞങ്ങൾ രണ്ടുപേരും ഓടിയില്ല, പക്ഷെ ആന വരണ്ടപ്പോ ഞങ്ങൾ ഓടിയില്ലേ. രണ്ടും രണ്ടു വഴിക്ക്. എന്റെ ബന്ധുക്കളെല്ലാം ഈ അമ്പലത്തിന്റെ 4 വഴിക്ക് ചിതറി കിടക്കുകയാണ്. എടോ അന്വേഷിക്കണോ, ആരോടെങ്കിലും വിളിച്ച് അന്വേഷിക്കും. അമ്മ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? പോയി അന്വേഷിക്കാൻ നോക്കാം. ഞാൻ അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ? താലി വേണ്ടേ, കെട്ടണ്ടേ, പെണ്ണിനെ അന്വേഷിക്കണ്ടേ? പറഞ്ഞ പോലെ താലി എവിടെ? താലി നിന്റെ പെങ്ങളുടെ കയ്യിലല്ലേ കൊടുത്തേക്കണേ? ഞാൻ അമ്മാവന്റെ കയ്യിലല്ലേ താലി തന്നത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ലെന്ന് ഇവൻ പറഞ്ഞു അമ്മാവന്റെ കയ്യിൽ താലി വെച്ച് കഴിഞ്ഞാൽ അത് സൂക്ഷിക്കല, അതുകൊണ്ട് പെങ്ങടെ കൊടുക്കാൻ പറഞ്ഞു. ശരിയാണല്ലോ, ഞാൻ പെങ്ങടയിലാണ്, അവിടെയാണ് താലി. അവളിത് അവിടെ പോയി കിടക്കാണ്. പിണ്ടദോഷം നിസാരല്ല നിനക്ക്. എനിക്ക് അതല്ലേ കല്യാണം നടക്കാത്തത്. തന്റെ പെങ്ങളെ വിളിക്കുക. എവിടെ താലി വേണ്ട ആദ്യം. എന്റെ ദൈവമേ, ആന. എടാ ഇവനെ ഞാൻ കൊല്ലില്ല. ഹലോ, സുധർമ്മശ്രീയാണോടി? എടി സുധർമ്മശ്രീ, നീ എവിടെ പോയി നിൽക്കുകയാണെന്ന്? ഞാനിവിടെ നമ്മുടെ അമ്പലത്തിന്റെ കിഴക്കേ നടയില്ലേ, ശിവന്റെ കടയിൽ നിൽപ്പുണ്ട്. അയ്യോ, ശിവന്റെ നടയിൽ നല്ലത് പറഞ്ഞത്. ശിവന്റെ കട, പൂക്കട, വിവാഹാവശ്യത്തിനുള്ള ജണ്ട്, മാല, ബൊക്ക എന്നിവ വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്ന, മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്ന പൂക്കട ജംഗ്ഷനിലെ ഏക സ്ഥാപനം ശിവ ഫ്ലവേഴ്സ്. പൂക്കട ജംഗ്ഷൻ. അടിപൊളി അടിപൊളി. പരസ്യം പറയാനാണോ നീ ഇവിടെ വന്ന? കല്യാണം കഴിക്കാനല്ലേ? അല്ലല്ല, എടി അമ്പലത്തിന്റെ കിഴക്കേ നടയിലുള്ള ശിവ ഫ്ലവേഴ്സ് ഇല്ലേ, ശിവന്റെ പൂക്കട. ശിവന്റെ പൂക്കട. ഇവിടെ വന്ന് നിൽക്കുകയാണോ? പിന്നെ ഞങ്ങൾ ഇവിടെ പോയി നിൽക്കണം. ജീവനും കൊണ്ട് ഓടി ഇവിടെ വന്ന് നിൽക്കുകയാണ്. എന്റെ ബ്രോക്കർ കാശതാ. എന്തോന്ന്? എന്റെ ബ്രോക്കർ കാശതാ. ഇവിടെ തനിക്ക് കണ്ണി ചോരയില്ലെങ്കിലും തന്റെ നെറ്റി ചോരയുണ്ട്. അതിന്റെ ഒരു മനസ്സാക്ഷിയെങ്കിലും എന്നോട് കാണിക്കണോ? എനിക്ക് കല്യാണം നടക്കാതെ എങ്ങനെയാണോ തന്റെ ബ്രോക്കർ കാശ് വരുന്നത്? കല്യാണം നടന്നില്ലല്ലോ, എനിക്ക് എന്റെ ദക്ഷിണതാണോ? തനിക്ക് നാളാവില്ല കല്യാണം കഴിയാണ്ട് ഈ ബ്രോക്കർ കാശ് ചോദിക്കാനായിട്ട്. എനിക്ക് എന്റെ ബ്രോക്കർ കാശ് കിട്ടണം. കാരണം എന്നാന്നറിയാവോ? ഇവന് പിണ്ടദോഷമുള്ള, അതിനു മുമ്പ് എനിക്ക് എന്റെ കാശ് കിട്ടണം. ഒരു മിനിറ്റ്, കുറെ നേരമായാലും നിങ്ങൾ പറഞ്ഞു എന്താണ് ഈ ഉണ്ടദോഷം? ഉണ്ടദോഷമല്ല, പിണ്ടദോഷം. ഇതെന്നെ സംഭവം അറിയാമോ? നാണം കെടുത്താനായിട്ട്. അല്ല, ഞാൻ അത് പറയും. ഇവൻ കൊച്ചുനാളിൽ ഭയങ്കര കുരുത്തം കെട്ടവനായിരുന്നു ഈ ചെറുക്കനെ. ഇവൻ ഒരു ദിവസം ആന പിണ്ടയുടെ ഒരുങ്ങിയപ്പോഴത്തേക്ക് ഇവൻ അതിന്റെ ബാക്കിൽ ചെന്ന് പടക്കം പൊട്ടിച്ചു. ആന പിണ്ട പകുതി വന്നതേ ഉള്ളൂ, അതേ സ്പീഡിൽ തന്നെ ഈ സാധനം അകത്തേക്ക് കയറി. ആന പേടിച്ചു. അങ്ങനെ പേടി ദോഷം കിട്ടിയതാണ്. നിങ്ങൾ കെട്ടാനുള്ള പരിപാടി നോക്ക്. കെട്ടാനുള്ള പരിപാടി നോക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ദക്ഷിണതാ. ദക്ഷിണ ചോദിക്കാൻ ഇയാളുണ്ടോ? ദക്ഷിണാമൂർത്തിയോ? നിങ്ങൾ പെണ്ണെവിടെ നോക്ക്. താലി കിട്ടിയിട്ട് കാര്യമില്ല, പെണ്ണിനെ അന്വേഷിക്ക്. മുഹൂർത്തത്തിന് 10 മിനിറ്റ് സമയമുള്ളൂ. ഞാൻ പെണ്ണിനെ വിളിക്ക്. പെണ്ണിനെ ഫോൺ വിളിക്കാം. ഹലോ, ഹലോ, നീ എവിടെ നിൽക്കുക? ഇത് ഞാൻ ശിവന്റെ പൂക്കട നിൽപ്പുണ്ട്. വിവാഹ ആവശ്യത്തിനായുള്ള മാലകൾ, ബൊക്കകൾ എല്ലാം ഉത്തരവാദിത്തോടെ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്ന ഏക സ്ഥാപനം പൂക്കട ജംഗ്ഷനിലെ കിഴക്കേ നട. പരസ്യം പറയാതെ നീ പെണ്ണിനെ വിളിച്ച് കാര്യം പറയടാ. നീ എന്നെ ഇടയ്ക്ക് തെറ്റിക്കാതിരിക്കട്ടോ. ഈ അമ്പലത്തിന്റെ കിഴക്കേ നടയില്ലേ, കിഴക്കേ നടയിലെ പൂക്കടയുണ്ട്, ശിവന്റെ പൂക്കട. അവിടെ നിൽപ്പുണ്ട് ഞാന്. നീ അവിടെ നിൽക്കുന്നേ? നീ അവിടെ കുളിച്ചില്ലേ? കുളിക്കടവിൽ പോയി നിൽക്കുന്നത്. ഓ അത് ശരി. ആന ഇവിടെ നിൽപ്പുണ്ടോ? നീ ഒരു കാര്യം അവനോട് പറഞ്ഞേരെ. അവനൊരു കല്യാണം അലമ്പാക്കിയിട്ട് അവിടെ വന്ന് നിൽക്കുന്നത്. എന്റെ കൺമുന്നിലെങ്ങാനും വന്ന് പെട്ടാൽ പുറംകാലിന് ഞാൻ അടിച്ചിടുമെന്ന് പറഞ്ഞേരെ കേട്ടോ. നീ ഒരു കാര്യം ചെയ്, നീ പൂക്കടയിലേക്ക് വാ, ഞങ്ങൾ ഇവിടെ കാണും. ശിവന്റെ പൂക്കട, ശിവന്റെ പൂക്കട്ടള. വരുന്നുണ്ടോ? ഞാൻ പോയി കാലേ ആണിയുള്ളതാണെന്ന്. ആണിയാണ് വല്ല ഇരുമ്പ് കടയിൽ കൊണ്ട് വിൽക്കും. പോ. ചെറുക്കനെ കണ്ടോ? ചെറുക്കനെ കണ്ടോ? ചെറുക്കനെ കണ്ടോ? കല്യാണ ചെറുക്കനെ കണ്ടോ?
പെണ്ണോ? ആ കല്യാണ പെണ്ണാണോ? കല്യാണ പെണ്ണാ? എന്റെ ചേച്ചി നിങ്ങളെ നോക്കിയിട്ട് ഇവിടെ നിൽക്കരുത്. ഇത്ര നേരമായിട്ട് കാണാതായിട്ട് ചക്കനും പാത്തി അങ്ങോട്ട് അന്വേഷിച്ചു പോയി. അയ്യോ എന്റെ ദൈവമേ. എന്റെ ചേച്ചി ഈ ഒരു കല്യാണത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോ മുഹൂർത്തമെങ്കിലും കേവലം ഒന്നും നോക്കണ്ടേ? എന്തുകൊണ്ട് നോക്കിയില്ല? 10 പൊരുത്തം ഉണ്ടായിരുന്നു ചേട്ടാ. ആർക്ക്? നിങ്ങൾക്ക് ഞങ്ങൾക്ക് തമ്മില്. ചെക്കന് നിങ്ങളായിട്ടുള്ള പൊരുത്തമല്ല നോക്കേണ്ടത്. ഇവിടെ ആനയും നിങ്ങളായിട്ടുള്ള പൊരുത്തമാണ് നോക്കേണ്ടത്. ഇവിടെയല്ലേ പാളിപ്പോയത്? ചേട്ടാ ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ 10-38 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി എന്റെ കല്യാണം നടക്കത്തുള്ളൂ, അറിയാവോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്കനും പാത്തി അങ്ങോട്ട് പോയിട്ടുണ്ട്. ചെക്കനും അമ്മാവനൊക്കെ കൂടി അതിലെ അങ്ങോട്ടാണോ പോയേക്കുന്നെ? വിട്ടുപോയിക്കോ. വേഗം പോ. എടാ പ്രസന്ന, എടാ പ്രസന്ന. ഓ, നീ മൂക്കടപ്പുള്ള ശിവന്റെ കട നമ്മൾ എങ്ങനെ അന്വേഷിക്കും? പൂക്കട ചേച്ചി, പൂക്കടയുള്ള ശിവൻ അത് ഞാനാണ്. പൂക്കടയാണോ? അതെ, ഇവിടെ എന്റെ ആങ്ങളെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെങ്ങളല്ലേ? ആ പെങ്ങളാ, ഞാനാ പെങ്ങള്. പെങ്ങൾ വരട്ടെ, ഇവിടെ പിടിച്ചു നിർത്താൻ ആ അതന്നെ. ആങ്ങളെ പാർട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ വരും. അതെ, താലി എന്റെ കയ്യിൽ ഇരിക്കാണേ. താലി? ആ, അതെ അതെ. ചേച്ചി ഇവിടെ. പ്രസന്നടാ. അതേ പെണ്ണിനെ അവളെ കണ്ടോടി? നീ എവിടെ? ഞാൻ പെണ്ണിനൊന്നും കണ്ടില്ല. ഇപ്പൊ അവള് എവിടെ പോയി തപ്പാനാ? കണ്ടില്ലേ? നീ കണ്ടില്ല? ഇവിടെ വന്നിരുന്നു. നിങ്ങൾ പോയതിന്റെ തൊട്ട് പുറകെ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ചേട്ടാ ഇവിടെ പിടിച്ചു നിർത്തി കൂടായിരുന്നു. ഞാൻ നിങ്ങളെ പുറകെ വിട്ടു. ഇത്ര കഷ്ടമുണ്ട്. നീ അളിയനെ കണ്ടാ? അളിയനെവിടെ? അതാ ഞാൻ നോക്കണം. അളിയനെ എവിടെ? ആ അളിയൻ വരട്ടെ. അതെ, നീ ഇപ്പൊ എന്തായാലും താലി പിടിക്കും. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? അളിയനെ വേറെ ആയാലും കിട്ടും. ആ താലി കൊടുത്ത് കല്യാണം പെണ്ണിനെ ഉറപ്പ് തപ്പും. അയ്യോ, ഇനി 10 മിനിറ്റ് കൂടെ അല്ലല്ലോ 10 മിനിറ്റ് സമയമല്ല. പെണ്ണിനെ സമയത്ത് തപ്പിക്കൊണ്ടൊന്ന് കല്യാണം കഴിച്ചില്ലെങ്കിൽ ദൈവമേ ആന. ഒരു കാര്യം ചെയ്യ്. അപ്പൊ ശിവൻ ചേട്ടാ, എനിക്ക് വേണ്ടി ഒരു സഹായം ഞാൻ ചെയ്യ്. എന്താ ചെയ്യട്ടെ? പറ. 10 മിനിറ്റ് കൂടെ ഉള്ളു മുഹൂർത്തത്തിന്. അതെ. ഈ ആന പറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഞാൻ അവളെ പോയി തപ്പി പിടിച്ചോണ്ട് വരാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഈ താലി പിടിച്ചോ. എന്താണെന്നറിയോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി പോയി കഴിഞ്ഞാൽ ഈ താലി ആരുടെ കയ്യിലാണെന്ന് പറഞ്ഞ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കല്യാണം നടക്കാൻ സഹായിക്കണം. ഞാൻ സഹായിക്കും. സഹായിക്കണം. ഞാൻ ഹെൽപ്പ് ചെയ്യും. സഹായിക്കണം. ഞങ്ങൾ പോയി അവളെ ഒന്ന് തപ്പി എടാ, ഞാൻ ആ ഭാഗത്ത് നോക്കാം. ഓക്കെ, നമുക്ക് അവിടെ അമ്മാവൻ അങ്ങോട്ട് പോകോ. ഞാൻ അങ്ങോട്ട് പോകാം. ഞാൻ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് പോണോ? ഉറങ്ങാനും വലിച്ചേരടിക്കുന്നത്. ചേട്ടാ ചേട്ടാ ചേട്ടാ, ചെറുക്കനെ കണ്ടോ? എന്റെ ദൈവമേ, ചെറുക്കനും പാർട്ടി ഇപ്പൊ ഇവിടെ വന്നു. അയ്യോ, എനിക്ക് ഓടി ഓടി വയ്യ. ചെറുക്കൻ എനിക്ക് അങ്ങോട്ട് ഓടാൻ പോയി. വയ്യ. അമ്മാവൻ ഇങ്ങോട്ട് പോയി. ചെറുക്കന്റെ പെങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അയ്യോ, ഞാൻ ഇനിയിപ്പോ എന്ത്? എനിക്കിനി ഓടാൻ വയ്യ ചേട്ടാ. ചേച്ചി, അവര് താലി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ആണോ? ആ, എന്നിട്ട് എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ. പെണ്ണ് വരാൻ ഇവിടെ പിടിച്ചു നിർത്താൻ പറഞ്ഞേ. ഇനിയിപ്പോ ഒന്നും നോക്കാല്ല, ചേച്ചി ഇവിടെ വെയിറ്റ് ചെയ്യും. ചേട്ടാ ഒരു കാര്യം അറിയോ? ഇപ്പൊ കല്യാണത്തിന്റെ 2 മിനിറ്റോടെ ഉള്ളു മുഹൂർത്തത്തിന്. അയ്യോ. ഇപ്പൊ എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ 19 വയസ്സ് കഴിഞ്ഞ് എന്റെ കല്യാണം നടക്കാൻ അറിയാമോ? 38 വയസ്സിൽ കല്യാണം നടക്കുമോ? കല്യാണം നടക്കത്തുള്ളു. മുഹൂർത്തത്തിന് ഇനി എത്ര മിനിറ്റ്? 2 മിനിറ്റേ ഉള്ളു. ഇനിയിപ്പോ ഒന്നും നോക്കാനല്ലേ ചേച്ചി? ചേച്ചി ആ തലയങ്ങോട്ട് കുടിച്ചേ. സമാനല്ലേ? മുഹൂർത്തത്തിന് മുമ്പ് കാര്യങ്ങൾ ഭംഗിയായി. കെട്ടദോഷം തീർന്നു. ആ വന്നു ഓടി വാ. അവള് വന്നു. സമയമില്ല. ആ താലി മേടിച്ചെങ്കിൽ കേട്ടോ. തന്റെ താലി വന്നേ. താലി എവിടെ? താലി ഇവിടെ. താലി ദേ കിടക്കുന്നു. താലി ഇവിടെ കിടക്കുന്നു. താലി കെട്ടിയോ? അയ്യോ, ഇതാരാണ് ഈ താലി കെട്ടിയത്? അതാ ചേട്ടൻ. എന്തിന്? പ്രസന്ന, താൻ എന്താ എന്നോട് പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞു? തനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സഹായം ചെയ്തു. മുഹൂർത്തത്തിന് മുമ്പ് കൃത്യസമയത്ത് ഞാൻ താലി കെട്ടിയിട്ടുണ്ട്. ഇനി താൻ കൊണ്ടുപോയിക്കോ. ആ, എടാ, നിന്നോട് ഞാൻ താലി സൂക്ഷിക്കാനല്ലേ പറഞ്ഞത്? അതെ. അല്ല, താലി കെട്ടണമെന്ന് പറഞ്ഞോടാ നാറി. അമ്മാവാ, ഞാനിനി എന്ത് ചെയ്യും? എടി, നിന്റെ കഴുത്ത താലി കെട്ടിയത് അവനല്ലേ? നീ അവന്റെ കൂടെ അങ്ങ് പോ. അപ്പൊ ഞാനോ? നീ ആനയുടെ പുറകെ പോയിട്ട് ആനയുടെ പിണ്ടമൊക്കെ വാരിക്കൊണ്ട് ആനയുടെ പുറകെ നടക്ക്. എന്തിന്? എടാ, നിന്റെ പിണ്ടദോഷം ഒന്ന് മാറട്ടെ. അമ്മാവാ.